രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനിലാണ് ഇപ്പോൾ ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വൻകിട പദ്ധതികളെക്കുറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാനായി എന്നത് വലിയ പ്രധാനപ്പെട്ട നേട്ടമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് ഈ മന്ത്രിസഭ ഒന്നടങ്കം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും. എന്നാൽ വാർഷികാഘോഷങ്ങൾക്കിടയിൽ ദേശീയപാതയുടെ തകർച്ച തിരിച്ചടിയുമായിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താം കഴിഞ്ഞ 4 വർഷക്കാലം LDF സർക്കാരിനെ നോക്കാം. രണ്ടാം പിണറായി സർക്കാർ 4 വർഷം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിൻ്റെ 4 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദമായി വിശകലനം ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അടിസ്ഥാന സൗകര്യ രംഗത്ത് നടത്തിയ വലിയ തോതിലുള്ള വികസനമാണ്. ആ വികസനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി സർക്കാർ തന്നെ ഉയർത്തിക്കാണിക്കുന്നത് നമ്മുടെ തെക്കേ അറ്റത്തെ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ആണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണെങ്കിലും ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ നിരന്തരമായിട്ടുള്ള മേൽനോട്ടത്തിലും ഇടപെടലിലും ആണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് എന്നതാണ് സർക്കാർ ഉന്നയിക്കുന്ന പ്രധാന അവകാശവാദം. ഇതോടൊപ്പം തന്നെ സർക്കാർ അവകാശപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിലാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുതൽ ഇങ്ങോട്ടുണ്ട്. നിരവധി നിയമനിർമ്മാണങ്ങളും ചട്ടഭേദഗതിയുമൊക്കെ ഇതിന് അനുകൂലമായി വന്നു. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ ഫെബ്രുവരിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമമുണ്ടായി. അവിടെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ രംഗത്തേക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 1100 കോടിയോളം രൂപയുടെ പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രാവർത്തികമാകുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ തന്നെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം കേരളത്തിലെ ദേശീയപാത 66ൻ്റെ വികസനമാണ്. ഭൂമി ഏറ്റെടുപ്പിന് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തുക സംഭാവന ചെയ്തു. ഏതാണ്ട് 5500 കോടിയിൽ പരം രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിനായി സംസ്ഥാന സർക്കാർ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത വികസനത്തിൽ ഒരു വലിയ നേട്ടം തങ്ങൾക്കുണ്ട് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിൽ സർക്കാർ ഒരല്പം പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു. അതിന് കാരണം ദേശീയപാതയുടെ പല ഭാഗങ്ങളിലുണ്ടായ വിള്ളലുകളും തകരാറുകളും തകർച്ചയുമൊക്കെയാണ്. അതിൽ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ട് കോട്ടങ്ങളുടെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നില്ല എന്ന വിമർശനമാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലവും 2ാം പിണറായി സർക്കാരിൻ്റെ കാലവും തമ്മിൽ താരതമ്യം ചെയ്താൽ 2ാം പിണറായി സർക്കാരിന് തനതായ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. വിഴിഞ്ഞമാണെങ്കിലും ദേശീയപാതയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ അവകാശപ്പെടുന്ന നേട്ടങ്ങളൊക്കെ K-ഫോൺ ആണെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ 1ാം സർക്കാരിൻ്റെ കാലത്തോ അതിനു മുമ്പോ തുടങ്ങി വെച്ച് പിന്നീട് പൂർത്തീകരണത്തിലേക്ക് വരുന്ന പദ്ധതികളാണ്. എന്നാൽ 2ാം സർക്കാരിന് പുതുതായി ഒരു വൻകിട പദ്ധതി പ്രഖ്യാപിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വിമർശനമായി തന്നെ നിൽക്കുന്നു. അതിന് കാരണമായി സർക്കാർ പറയുന്നത് സാമ്പത്തിക ഞെരുക്കമാണ്. കേന്ദ്രത്തിൻ്റെ നയങ്ങൾ മൂലം സംസ്ഥാന സർക്കാരിനുള്ള നികുതി വിഹിതം കുറഞ്ഞു, വായ്പാ പരിധി ഗണ്യമായി വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത്തരത്തിൽ വലിയ തോതിൽ പണഞ്ഞെരുക്കം നേരിട്ട ഒരു ഘട്ടത്തിലാണ് ട്രഷറി സ്തംഭനം പോലുള്ള പ്രശ്നങ്ങളില്ലാതെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ലാതെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത്. തനത് വരുമാനത്തിൻ്റെ വളർച്ച കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വികസനങ്ങൾ യാഥാർത്ഥ്യമായത്. ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു ഗവൺമെൻറ്റായി, ഒരു ബദൽ സർക്കാരായി ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ മാറിയെന്നും CPIM-ഉം അതിനെ നയിക്കുന്ന LDF-ഉം ഒക്കെ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇനിയുള്ള 1 വർഷക്കാലവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. വരാനിരിക്കുന്ന 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് 3ാമതും ഭരണ നേട്ടം എന്ന ചരിത്ര നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ്. അതിനു വേണ്ടിയുള്ള ജനകീയ ഇടപെടലുകൾ ഇനിയും ഉണ്ടായേക്കും. ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ കുറച്ചെങ്കിലും ഒരു വർധനവ് വരുത്തുന്ന തീരുമാനത്തിലേക്ക് പോകും. ഒപ്പം തന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള പ്രഖ്യാപനം ഈ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ആ വാഗ്ദാനവും പാലിക്കുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് വരും മാസങ്ങളിൽ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3ാം ടൈമും തുടർച്ചയായുള്ള ഭരണം, ആ നേട്ടത്തിൽ ഉറച്ചുള്ള നീക്കമാണിപ്പോൾ LDF സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്.